അതിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെക്സ്റ്റ് പഠിച്ചു തുടങ്ങിയായിരുന്നു. നമ്മൾ ടെക്സ്റ്റിനെ കുറച്ച് ഭാഗം പഠിച്ചു. നമ്മൾ പഠിച്ചത് ഓർഡറിൽ നിന്നുള്ള ഒരു ചെറിയൊരു കഥയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ പകുതി വെച്ച് നിർത്തി. അതായത് പപ്പു ഒന്നുകൂടെ ഞാൻ കഥ പറഞ്ഞുതരാം, ഓർക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് എന്താ, പപ്പു യാത്രക്കാരനെ പിന്നിലെത്തിക്കൊണ്ട് പോവായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പം യാത്രക്കാരൻ ഇടയ്ക്ക് ചോദിച്ചു വണ്ടി കിട്ടുമോ എത്തുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് കഴിഞ്ഞാൽ പപ്പുവിന് ദേഷ്യം വന്ന് നമ്മൾ പറഞ്ഞു, വണ്ടി നിർത്തി. അയാൾ തിരിഞ്ഞ് നോക്കി, എന്നിട്ട് എന്താ പറഞ്ഞേ, സാറൊന്ന് അടങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അത് ഓർക്കുമ്പോണ്ടോ എന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി അയാൾ പുറമോട്ട് എടുത്തിട്ട് പെട്ടെന്നൊന്ന് വലിച്ചു. അപ്പോൾ പുറേന്ന് നാട്ടുകാരെല്ലാം എന്തോ ഇത് അയ്യോ എന്നൊരു വിളി കേട്ടു. അപ്പോൾ നമ്മൾ അവിടെ വെച്ചാണ് കഥ നിർത്തിയത്. അപ്പോൾ നമുക്ക് അതിന് ശേഷം ബാക്കി എന്താവുന്നായിരുന്നു നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് എല്ലാവരും വായിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു ടെക്സ്റ്റ് വായിക്കണം, ടെക്സ്റ്റ് വായിച്ച് നോക്കണമെന്ന് പറഞ്ഞു. ടെക്സ്റ്റ് വായിച്ച് കാണും എന്ന് വിശ്വസിക്കുന്നു. ടെക്സ്റ്റ് വായിക്കാത്തവരുണ്ടെങ്കിൽ ഇനിയും ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് കിട്ടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ഇപ്പം നമ്മളെ ക്ലാസ് കഴിഞ്ഞവരുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് പഴയ ടെക്സ്റ്റൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് അതൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അത് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. എന്തിനാണായിരിക്കും എല്ലാവരും അയ്യോ എന്ന് വിളിച്ചതും ആൾക്കാർ ഓടിക്കൂടിയതൊക്കെ എന്തിനായിരിക്കും എന്നാണ് നമ്മൾ ഒരു ചോദിച്ചിട്ട് വിട്ടപ്പോഴാണ് നിർത്തിയിരുന്നത്. എന്തിനായിരിക്കും നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ഈ ക്ലാസ് തൊട്ട് നമുക്ക് അത് എന്തിനായിരിക്കും എന്നറിയാം. നമുക്ക് തുടങ്ങാം. എന്താ, നമുക്ക് നേരത്തെ പറഞ്ഞിട്ട് ബാക്കിയോട്ട് മൂന്നൂടെ നോക്കാം. യാത്രക്കാരൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. പപ്പു കോപത്തോടെ വണ്ടി പിറകോട്ടൊന്ന് തള്ളിയിട്ട് മുന്നോട്ട് ഒരു ആഞ്ഞു വലി കൊടുത്തു. വണ്ടിയുടെ പിറകിൽ നിന്ന് അയ്യോ എന്നൊരു വിളി. അടുത്ത് കൂടിയവരും അയ്യോ എന്ന് ഏറ്റു പറഞ്ഞു. അകലെ നിന്ന് അവർ ഓടി അടുക്കുന്നതും കണ്ടു. അയാൾ വണ്ടിയുടെ കൈ തറ വെച്ചിട്ട് പിറകിലേക്ക് ഓടിച്ചെന്നു. അപ്പൊ നമ്മൾ ഇത്ര വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ. അപ്പം വണ്ടി ഒന്ന് പുറമോട്ട് തള്ളിയിട്ട് പെട്ടെന്ന് ആഞ്ഞു വലിച്ചു. അപ്പോൾ യാത്രക്കാരനും അവിടെ നിന്നവരും എല്ലാവരും അയ്യോ എന്ന് വിളിച്ചു, ഒരേപോലെ വിളിച്ചു. അതിനുശേഷം ദൂരെ നിറല്ല ഓടി അടുക്കുന്നതും കണ്ടു. അപ്പൊ എന്താണ് സംഭവം എന്ന് അറിയാൻ വയ്യാതെ പപ്പു എന്ത് ചെയ്തു, വണ്ടിയുടെ കൈ അവിടെ തറയെ വെച്ചിട്ട് തിരിച്ച് പുറമോട്ട് ചെന്നു. അപ്പൊ എന്താ, ഒരു പെൺകുട്ടി ഓടയിൽ മലർന്നു കിടക്കുന്നു. അയാൾ പെട്ടെന്ന് കുട്ടിയെ വാരിയെടുത്തു. കുട്ടി ചുറ്റും പകച്ചു നോക്കി. എന്റെ അരിയെല്ലാം പോയി. അവൾ അയാളുടെ പിടിയിൽ നിന്നും പിടഞ്ഞിറങ്ങി. അപ്പൊ എന്താ, അയാൾ പെട്ടെന്ന് വന്ന് നോക്കിയപ്പോ എന്താ, ഒരു പെൺകുട്ടി ഓടയിൽ മലർന്നു കിടക്കുന്നു. അതായിരുന്നു സംഭവം. എന്താ, പപ്പുവിന്റെ വണ്ടി ഒന്ന് തട്ടി ആ കുട്ടി അവിടെ ഓടയിൽ വീണു. അതിനായിരുന്നു എന്ത്, പുറയുന്ന ആളും അടുത്തുനിന്ന് ആൾക്കാരൊക്കെ അയ്യോ എന്ന് വിളിച്ചതും അവിടെ നിന്ന് ഓടിക്കൂടിയതും. എന്തുകൊണ്ട്, ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് തിരക്കാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാരും ഓടിയെത്തിയത്. അപ്പൊ എന്താ, അയാൾ പപ്പു ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്തു, ആ കുട്ടിയെ പൊക്കിയെടുത്തു. നമ്മളായാലും ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്താ, ആരെങ്കിലും വീണ് നടക്കുവാണെങ്കിൽ അടുത്ത് നിന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കുക, ഇതൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ, പപ്പു ഓടിച്ചെന്നിട്ട് ആ കുട്ടിയെ പൊക്കിയെടുത്തു. അപ്പൊ ആ കുട്ടി ഒന്ന് പേടിച്ചു. നമ്മളതിൽ ഒന്ന് വണ്ടി കെട്ടുമ്പോ എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് ഒന്ന് പേടിക്കൂലേ. അപ്പൊ ആ കുട്ടി പകച്ചു പോയിട്ട് എന്താ പറഞ്ഞത്, എന്റെ അരി എല്ലാം പോയി. അപ്പൊ ആ കുട്ടി എന്താ പറഞ്ഞത്, എന്റെ അരി എല്ലാം പോയി എന്ന് പറഞ്ഞു. അവൾ അയാളുടെ പിടിയിൽ നിന്നും പിടഞ്ഞിറങ്ങി. അയാൾ നമ്മൾ പിടിച്ചു ചെയ്യില്ല. അപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് ആ കുട്ടി താഴെട്ടിറങ്ങിയിട്ട് അവിടെ നിൽക്കുക. അപ്പൊ ആ കുട്ടി എന്ത്, കടയിൽ വന്നായിരുന്നല്ലേ, അരി വാങ്ങിക്കാനായിട്ട് കടയിൽ വന്ന കുട്ടിയായിരുന്നു. അപ്പൊ വണ്ടി കെട്ടിയപ്പോ എന്ത് പറ്റി, അരിയെല്ലാം താഴെ പോയി. അപ്പൊ ആ കുട്ടി അതാണ് പറഞ്ഞത്, എന്റെ അരി എല്ലാം പോയി. അത് ആ കുട്ടി അയാളുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പൊ ബാക്കി എന്താണെന്ന് നോക്കാം. ഒരു ചെറിയ കുട്ട അകലെ തെറിച്ചു കിടക്കുന്നുണ്ട്. അതിനരികിൽ കുറച്ച് അരിയും 3 മുളകും കഷ്ടിച്ച് ഒരു പിടി ഉപ്പും ചിതറി കിടക്കുന്നു. അപ്പൊ എന്താ, ഒരു കുട്ട അകലെ കിടപ്പുണ്ട്. അപ്പൊ ഈ കുട്ടയുടെ ആയിരിക്കണം ആ കുട്ട അകലെ തിരിച്ചു കിടപ്പുണ്ട്. അതിനരികിൽ കുറച്ച് അരി, പിന്നെ 2-3 മുളക്, കഷ്ടിച്ച് ഒരു പിടി ഉപ്പ്, കുറച്ച് ഉപ്പ്, അത് കഷ്ടിച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പ് ചെറിയ കിടക്കുന്നു. എന്റെ അരി ഉപ്പും മുളകും എല്ലാം പോയി. അപ്പൊ ആ കുട്ടി പിന്നെയും പറയും, എന്റെ അരി ഉപ്പും മുളകും എല്ലാം പോയി. നമ്മളതിൽ നമ്മളെന്തെന്ന് കളഞ്ഞു പോകണമെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, എന്റെ അത് എല്ലാം പോയി. അല്ലെങ്കിൽ നമ്മളെ വണ്ടി കെട്ടുമ്പോൾ നമ്മുടെ കൈ ഒന്ന് മുറിയുക, അല്ലെങ്കിൽ വണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ പൊട്ടിപ്പോയത് നമ്മളെന്താ പറയും, അയ്യോ എന്റെ വണ്ടിയുടെ എല്ലാം പോയി, അയ്യോ എന്റെ കൈ മുറിഞ്ഞു. അപ്പൊ പക്ഷെ ഇവിടെ എന്തായിരുന്നു, ആ കുട്ടി അരിയും ഒക്കെ സാധനം വാങ്ങിച്ചിട്ടൊന്നാണല്ലേ, വീട്ടിലേക്ക് സാധനമൊക്കെ ആയിട്ട് വന്ന കുട്ടിയായിരുന്നു. അപ്പൊ ആ കുട്ടിയുടെ അരിയും മുളകും ഉപ്പെല്ലാം ഒക്കെ ആ കുട്ടി എന്ന് പറഞ്ഞാൽ എന്റെ അരിയും മുളകും ഉപ്പും എല്ലാം പോയി. അവൾ കുട്ടിയുടെ അടുക്കലേക്ക് ഓടി. അപ്പൊ അവള് സാധനം എടുക്കാനായിട്ട് ആ കുട്ട കടന്നെടുത്തോട്ട് ഓടി. അങ്ങ് ചെല്ലുമ്പോഴേക്ക് അമ്മ എന്നെ തല്ലുമേ. ആ കുട്ടി എടുത്തിട്ട് ഓടിപ്പോകുമ്പോഴാ കുട്ടി എന്ന് പറഞ്ഞത്, അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക്, അതായത് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അമ്മ എന്നെ തല്ലുമേ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അരി തൂത്തുവാരാൻ തുടങ്ങി. അപ്പൊ അവരുടെ കഷ്ടപ്പെട്ടൊരു ജീവിതമായിരുന്നല്ലേ. അപ്പൊ ആ ജീവിതത്തിനകത്ത് അമ്മ ജോലിക്ക് പോയിട്ട് കുറച്ച് പൈസ കിട്ടി. ആ പൈസയും കൊണ്ട് അരി വാങ്ങാൻ വന്ന കുട്ടിയായിരുന്നു. അപ്പം ഈ വണ്ടി തട്ടിയപ്പോൾ അത് അരിയും മുളകും ഉപ്പും എല്ലാം പോയി. ഈ കുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചപ്പോ ആ കുട്ടി എന്താ പറയുന്നത്,
അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് അമ്മ എന്നെ തല്ലും അല്ലേ. കഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞു വിടുമ്പോൾ നമ്മൾ ജോലി ചെയ്ത് കഷ്ടപ്പാട് അമ്മയ്ക്ക് അറിയാം. അതുപോലെ തന്നെ ആ കുട്ടിക്കും അറിയാം എന്ത് കഷ്ടപ്പെട്ടാണ് ആ പൈസ ഒപ്പിക്കുന്നത്. അപ്പോൾ എന്താ ഇതെല്ലാം കൊണ്ട് കളയുമ്പോൾ എന്തായാലും എന്ത് ചെയ്യും, അമ്മ എന്നെ തല്ലും അല്ലെങ്കിൽ വഴക്ക് പറയുന്ന കുട്ടിക്കൊരു പേടി. അപ്പം ആ കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അരി തൂത്തുവാരാൻ തുടങ്ങി. നമ്മളായാലും കരയത്തില്ലേ, നമ്മളെ ഇന്നെല്ലാം പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വണ്ടി തട്ടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കരയും. അതുപോലെ ആ കുട്ടിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, അരി തൂത്തുവാരാൻ തുടങ്ങി. പപ്പു അവിടെ അന്നേരം എന്തുവാ ഒന്നും അനങ്ങാതെ അല്ലെങ്കിൽ നോക്കൊണ്ടോ നിൽക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ വണ്ടി നമ്മുടെ എന്നൊരു വണ്ടി അല്ലെങ്കിൽ തട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ എന്തൊരു മിസ്റ്റേക്ക് പറ്റുമ്പോൾ എന്ത് ചെയ്യും, നമുക്കൊന്നും പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റത്തില്ല അല്ലേ. നമ്മളവിടെ അനങ്ങാതെ നിന്ന് പോത്തേ ഉള്ളൂ. 10-18 മാസമായി അയാൾ റിക്ഷ വലിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ ഒരു സംഭവം ആദ്യത്തേതാണ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു, പപ്പുവിന്റെ കാര്യം പറഞ്ഞല്ലേ, റോഡിനിടയിൽ കൂടെ ഒക്കെ വണ്ടി വെട്ടിച്ചോണ്ട് പോയി ഇപ്പൊ തട്ടും എന്ന് തോന്നുമ്പോ എന്ത് ചെയ്യും, വണ്ടി പെട്ടെന്ന് വെട്ടിച്ച് അവരെ നോക്കി ഒരു ചിരിയും ചിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് വന്ന് പപ്പുവാ. അപ്പൊ എങ്ങനെ പപ്പു വണ്ടി വലിക്കുന്നുണ്ട് എത്ര നാളെ, 10-18 മാസമായിട്ട് എന്താ അയാൾ റിക്ഷ വലിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. നമ്മൾ പറഞ്ഞല്ലേ ഇങ്ങനെ തട്ടുമെന്ന് വിചാരിക്കും, പക്ഷെ തട്ടത്തില്ല, വണ്ടി എടുത്തോണ്ട് പോകും. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം എന്താണ്, ആദ്യത്തേതാണ്. പെൺകുട്ടിയോടുള്ള സഹതാവ് മാത്രമല്ല, റിക്ഷക്കാരൻ എന്ന നിലയിൽ അയാൾക്ക് സൽപ്പേര് കളങ്കം തട്ടിയാലോ എന്ന കുണ്ടിതും കൂടെ ഉണ്ട്. അപ്പൊ എന്താ, പെൺകുട്ടിയോടുള്ള സഹതാവ് മാത്രമല്ല, എന്താ റിക്ഷക്കാരൻ എന്ന നിലയിൽ അയാൾക്കുള്ള സൽപ്പേരുണ്ട്. എന്താ, റിക്ഷക്കാരൻ എന്ന നിലയിൽ അയാൾക്ക് സൽപ്പേരുണ്ട്. ഇതുവരെ വണ്ടിയൊന്നും തട്ടിയിട്ടില്ല, കറക്റ്റ് സമയത്ത് ആൾക്കാരെ എത്തിക്കും. അപ്പൊ അതുകൊണ്ട് ആൾക്കാരൊക്കെ പപ്പുവിന്റെ വണ്ടി ആയിരിക്കും വിളിക്കുന്നത്. ഇത്രയും സത്യസന്ധനും അല്ലെങ്കിൽ അതുപോലെ തന്നെ കൃത്യസമയത്ത് ആൾക്കാരെ എത്തിക്കുകയും ഇതുവരെ ഒരു അപകടവും പറ്റാതെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരാള്, ആ ഒരു സൽപ്പേര് കളങ്കപ്പെടുമോ എന്നൊരു അയാൾക്കൊരു വിഷമവും കൂടി ഉണ്ട്. അപ്പൊ എന്താ, ഉണ്ടെന്നും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ആ സൽപ്പേര് നശിക്കുമോ എന്നുള്ള, അല്ലെങ്കിൽ ഒരു കുട്ടിയെ വണ്ടി തട്ടിയല്ലോ എന്നൊരു വിഷമം, അതുപോലെ തന്നെ ആ തന്റെ സൽപ്പേര് നഷ്ടപ്പെടുമോ എന്നൊരു വിഷമം കൂടി അയാൾക്കുണ്ട്. വണ്ടി ഇപ്പോൾ പോകും, യാത്രക്കാരൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ വണ്ടിക്ക് എത്ര ആളിരിപ്പുണ്ട്, എന്ത് അയാളെ എന്തായാലും പറഞ്ഞു, അയാളെ റെയിൽവേ സ്റ്റേഷനിൽ കൃത്യസമയത്തിന് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പപ്പു വണ്ടിയായിട്ട് ഇറങ്ങിയത്. അപ്പൊ അയാളുടെ ഒരു സംസാരം കൊണ്ട് പപ്പു അവിടെ വണ്ടി നിർത്തി. നമ്മൾ പറഞ്ഞില്ലേ പപ്പുവിന്റെ എന്താ വാക്കിനെയും പ്രവൃത്തിയും ചോദ്യം ചെയ്യുന്ന പപ്പുവിന് ഇഷ്ടമല്ല. ഈ ഒരു സംഭവം കൊണ്ട് അയാൾ കുറെ നേരം കൊണ്ട് കിടന്ന് നിൽക്കുക, ഇപ്പൊ എത്തിക്കോ സമയത്ത് എത്തിക്കോ. ഈ ഒരു സംഭവം കാരണം പപ്പുവിന് ദേഷ്യം വന്നിട്ടാണ് വണ്ടി അവിടെ നിർത്തിയത്. ഇതേപോലെ തന്നെ അയാൾ പിന്നെയും എന്ത് ചെയ്തു, സംഭവം ഉണ്ടായപ്പോൾ അയാൾ എന്താ പറഞ്ഞത്, വണ്ടി ഇപ്പോൾ പോകും, യാത്രക്കാരൻ വിളിച്ചു പറഞ്ഞു. അന്നേരമാണ് എന്ത്, പപ്പു ഞെട്ടി എണീറ്റത്. ഈ സംഭവം നടക്കുമ്പോൾ ഈ കുട്ടിയെ വണ്ടി തട്ടി അരിയെല്ലാം പോയി, കുട്ടി കിടന്ന് കരയുകയാണ്, ആൾക്കാരെല്ലാം ഓടിക്കൂടിയിട്ടുമുണ്ട്. ഈ ഒരു സംഭവത്തിൽ പപ്പു എന്ത് ചെയ്യണം എന്ന് അറിയാൻ നിൽക്കുന്ന ഒരു അവസരമായിരുന്നു. അപ്പോഴാണ് അയാൾ വണ്ടിയിൽ നിന്ന് എന്ത് പറഞ്ഞത്, വണ്ടി ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞത്. പപ്പു ഞെട്ടി എണീറ്റത്. യാത്രക്കാരെ സ്റ്റേഷനിൽ എത്തിക്കണം, കുട്ടിയെ സമാധാനിപ്പിക്കുകയും വേണം. അപ്പൊ പപ്പുവിന്റെ മുന്നിൽ 2 കാര്യമുണ്ട്. എന്താ, ഒന്ന് യാത്രക്കാരനെ കറക്റ്റ് സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുക, 2 എന്താ, ആ കുട്ടിയെ സമാധാനിപ്പിക്കുക. അയാൾ വിഷമിച്ചു. എന്താ, രണ്ടും കൂടി ആലോചിച്ചപ്പോൾ അയാൾക്ക് വിഷമം. ഇവിടെ നിന്ന് കുട്ടിയെ സമാധാനിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ യാത്രക്കാരന് വണ്ടി നഷ്ടപ്പെടും. അപ്പോൾ അയാളുടെ ആ ഒരു പേര് ചീത്തയാവും. അതേസമയം തന്നെ കുട്ടിയെ ശ്രദ്ധിക്കാതെ വണ്ടിയായിട്ട് അയാൾ പോയി കഴിഞ്ഞാൽ ഒരു കുട്ടിയെ തട്ടിയിട്ടു, അയാൾക്ക് മനസാക്ഷി ഇല്ലാന്ന് നാട്ടുകാർ പറയും, അയാളുടെ സൽപ്പേര് നശിക്കുകയും ചെയ്യും എന്നൊരു വിഷമം അയാൾക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും കാരണം പപ്പുവിനൊരു വിഷമമായി. അപ്പൊ അയാൾ കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അയാൾ വന്നിട്ട് കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അരി പോയത് പോട്ടെ, കുഞ്ഞ് കരയാതെ, ഞാൻ മേടിച്ചു തരാം അരി. അപ്പോൾ അയാൾ കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, എന്താ, അരി പോയത് പോട്ടെ, കുഞ്ഞ് അല്ലെങ്കിൽ മോള് കരയാതെ ഞാൻ അരി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അത്താഴത്തിനുള്ളതാ, അമ്മ എന്നെ തല്ലും. അപ്പൊ കുട്ടി പിന്നെയും പറഞ്ഞു, എന്താ, അത്താഴത്തിനുള്ള അരിയാ, രാത്രിയിലത്തുള്ള ഒരു ആഹാരത്തിനുള്ള അരിയാ, അമ്മ എന്നെ തല്ലും. അപ്പം അയാൾ പറഞ്ഞു, കുഞ്ഞിനെ തല്ലത്തില്ല, അരി ഉപ്പും മുളകും എല്ലാം ഞാൻ മേടിച്ചു തരാം. അയാൾ എന്ത് പറഞ്ഞു, കുഞ്ഞിനെ അമ്മ തല്ലത്തില്ല, എന്താ, ഈ പോയ അരി ഉപ്പും മുളകും എല്ലാം എന്താ അയാൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. കുഞ്ഞങ്ങോട്ട് മാറി നിൽക്ക്, ഞാനിപ്പോ വന്നേക്കാം. അയാൾ അവളെ റോഡ് അരികിലേക്ക് മാറ്റി നിർത്തിയിട്ട് വണ്ടിയും എടുത്ത് ഓട്ടം തുടങ്ങി. കുഞ്ഞിനെ ആരും തല്ലത്തില്ല, പോയ ഉപ്പും അരിയും മുളകും എല്ലാം ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പപ്പു എന്ത് പറഞ്ഞു, മോളിവിടെ നില്ല്, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് അയാൾ വണ്ടി എടുത്തുകൊണ്ട് എങ്ങോട്ട് പോയി, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. പെൺകുട്ടിയുടെ കാര്യത്തിൽ നിർത്തിയില്ല. അപ്പം ഒരാൾ വന്നിട്ട് തട്ടിയിട്ടു, അരി മുളകും എല്ലാം പോയി. അത് കഴിഞ്ഞിട്ട്
തന്നെയോട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ഇപ്പൊ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ പോയതാ. അയാൾ ഇനി വരുവോ വരത്തില്ലയോ ഒന്നും പറഞ്ഞോടാ. ഇതുമായിട്ട് പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? അമ്മ തല്ലുകയും ചെയ്യും. അപ്പൊ ഇത് കാരണം കുട്ടി കാരണം അവിടെ നിൽക്കും. അപ്പൊ ആ കുട്ടി എന്താ മാറ്റി നിർത്തി അവിടെ നിന്ന് പിന്നെ കളഞ്ഞു പോയ അരിയിലേക്ക് നോക്കി കരയല്ലേ. ആ റിക്ഷക്കാരൻ വരുവോ വരത്തില്ലയോ ഒന്നും അറിയില്ല. ഈ അരിയായിട്ട് പോയില്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യും? തല്ലുകയും ചെയ്യും. ദൂരെ നിന്ന് ചന്തപ്പിള്ളേരെല്ലാം അവളെ ചുറ്റും കൂടി. അപ്പൊ ദൂരെ നിന്ന് കുറച്ച് പിള്ളേർ അവിടെ നോക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഈ പിള്ളേരെല്ലാം ഇവളുടെ ചുറ്റും എന്ത് ചെയ്തു? അടുത്തെത്തി. അവർ സഹതാപപൂർവ്വം അവളോട് ചോദ്യങ്ങൾ തുടങ്ങി. അപ്പം അവരുടെ അടുത്തൊരു വിഷമല്ല, വണ്ടി തട്ടി ഇതെല്ലാം പോയി. ഈ ഒരു വിഷമവും അല്ലെങ്കിൽ ഒരു സഹതാപം കൊണ്ട് അവളുടെ അടുത്ത് എന്ത് ചെയ്തു? ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ആരുടെ റിക്ഷയാണ് മുട്ടിയത്? എവിടെയാണ് വീണത്? കേടുവല്ലതും പറ്റിയോ? അരി എത്ര ഉണ്ടായിരുന്നു? വീടെവിടെയാണ്? പേരെന്താ? ഇതെല്ലാം അവർക്കറിയണം. അപ്പം അവരെല്ലാം അവിടുത്തെ ഓടിക്കൂടിയിട്ട് എന്താ ചോദിച്ചത്? ആരുടെ റിക്ഷയാണ് തട്ടിയത്? എവിടെയാണ് വീണത്? വല്ലതും പറ്റിയോ? അരി എത്ര ഉണ്ടായിരുന്നു? തന്റെ വീട് എവിടാ? പേരെന്താ? ഇതെല്ലാം അവർ ചോദിച്ചു. ഇതെല്ലാം എന്താ അവർക്കറിയണം. അവളൊന്നും മിണ്ടിയില്ല. ചിതറിക്കിടക്കുന്ന അരിയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ കരയുകയായിരുന്നു. പിള്ളേർ വന്ന് ചോദ്യം ചോദിച്ചാണെങ്കിൽ എന്താ? ഇവളൊന്നും മിണ്ടിയില്ല. ഇവളാ ചിതറിക്കിടക്കുന്ന അരിയിലേക്ക് നോക്കി കരയുകയായിരുന്നു. കൂടുതലാക്കുന്നില്ല, നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി പപ്പു വരുമോ വരത്തില്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ. അപ്പം ബാക്കി നമ്മൾ കഥ പഠിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. പപ്പു വരുമോ വരത്തില്ലയോ എന്നൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പം ആ കുട്ടി അവിടെ നിന്ന് കരയുകയാണ്. അത്രയും ഒന്ന് വായിച്ചു നോക്കുക, നല്ലപോലെ ടെക്സ്റ്റ് വായിച്ചു നോക്കുക. ഒരു വട്ടമല്ല രണ്ടു വട്ടമല്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര നല്ല രീതിയിൽ വായിക്കുക. എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം അറിവ് പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ക്ലാസ്സിൽ പപ്പു വരുമോ വരത്തില്ലോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇത്രയും വെച്ച് നിർത്തുന്നു. നന്ദി.